ഹലോ എവരിവൺ. ഇന്ന് നമ്മളുടെ കൂടെ ഡോക്ടർ തസ്ലീം എം ആണുള്ളത്. തസ്ലീം ഈ വർഷത്തെ സിവിൽ സർവീസ് എക്സാമിൽ 745th റാങ്ക് കരസ്ഥമാക്കിയിട്ടുണ്ട്. സോ ഐ വെൽക്കം തസ്ലീം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, സോ തസ്ലീം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേസിക്കലി തസ്ലീമിന്റെ ആ ഒരു ജേർണിനെ കുറിച്ചിട്ടാണ്. ആസ് ഐ നോ, തസ്ലീം BHMS കഴിഞ്ഞു. യു ആർ വർക്കിംഗ് ആസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കാലിക്കറ്റ്, പ്ലസ് യു ആർ മാരീഡ് ആൻഡ് യു ഹാവ് എ ചൈൽഡ്. അപ്പം ആസ് എ വർക്കിംഗ് മദർ എങ്ങനെയായിരുന്നു ഈ പ്രിപ്പറേഷൻ ജേർണി? സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ വെർ യു എ മദർ, അപ്പം എങ്ങനെയായിരുന്നു ആ ജേർണി എന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. BHMS കഴിഞ്ഞ് ഒരു ഇയർ പ്രാക്ടീസ് ചെയ്തു, പിന്നെ PGക്ക് ജോയിൻ ചെയ്തു. PGക്ക് ഇടയിലാണ് കുഞ്ഞുണ്ടാവുന്നത്. പിന്നെ 3 years MD കഴിഞ്ഞ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു സമയത്താണ് എനിക്ക് സിവിൽ സർവീസസ് എന്നുള്ള ഒരു ആഗ്രഹം വന്നത്. അപ്പം പ്രിപ്പയർ ചെയ്താൽ കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസിൽ ഞാൻ എൻ്റെ ഒരു പൊട്ടൻഷ്യൽ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒന്ന് റിസർവ് ചെയ്യാൻ യൂസ് ചെയ്യാം എന്നുള്ള ഒരു ഇതിൽ ഞാൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വരും. അപ്പം അതിൽ ചൈൽഡ് എന്നുള്ളത് തന്നെയായിരുന്നു മെയിനായിട്ട് എന്നെ ഒരു ഹെസിറ്റൻ്റ് ആക്കിയിരുന്നത്. പിന്നെ പാരൻസിൻ്റെ അടുത്തൊക്കെ ആക്കി ഞാനൊന്ന് ഒരു ഇയർ ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാം, വിത്തിൻ 1 year ഇതങ്ങ് എഴുതി കംപ്ലീറ്റ് ചെയ്ത് വരാം എന്നുള്ളൊരു എയിമിൽ ട്രിവാൻഡ്രത്തോട്ട് വരിക ചെയ്ത് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പം ആസ് യു ആർ പാർട്ട് ഓഫ് ദ മലബാർ ഒരു ഭാഗത്തു നിന്നാണ്, മലബാറിൽ ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിലാണ്. ഒരു രീതിയിലും അത് മോശമായിട്ടും അങ്ങനെയല്ല, പക്ഷെ കുറെ അധികം ഹേർഡിൽസ് ഫേസ് ചെയ്യാൻ സാധ്യതകളുണ്ട്, എസ്പെഷ്യലി അങ്ങനെ ഒരു സംഭവത്തിൽ. ബേസിക്കലി പ്രോഗ്രസീവ് ആണ് ഇപ്പം, പക്ഷെ എന്നാലും കുറെ അധികം ഹേർഡിൽസിലേക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മദറാണ്, അവിടെ പ്രോപ്പർലി ഒരു ജോബ് കിട്ടിയിട്ടുണ്ട്, അപ്പൊ എന്തുകൊണ്ട് ട്രിവാൻഡ്രത്തേക്ക് റീസെറ്റിൽ ചെയ്യണം ഫ്രം മലപ്പുറം ട്രിവാൻഡ്രത്തേക്ക്? അപ്പം ഇതൊക്കെ എങ്ങനെയാണ് തസ്ലീം എങ്ങനെ ഇതിനെ ഫേസ് ചെയ്തത്, എങ്ങനെ ഇതിനെ ഓവർകം ചെയ്തു? അതെ സർ, ഒബിയസ്ലി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒന്ന്, ഓൾറെഡി ഒരു പ്രൊഫഷൻ ഉണ്ട്, പിന്നെയും എന്തിനാണ്? കാരണം ഒരു പ്രൊഫഷനിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ, ഇപ്പൊ നമ്മൾ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ മുസ്ലിം വിമൻ ഫ്രം മലബാർ അത് ഹൈ ആണ്. പക്ഷെ പൊതുവെ ഞാൻ പറയും, പാരന്റ്സ് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യും, പക്ഷെ പലർക്കും ദേ ഡു നോട്ട് നോ വാട്ട് ടു ഡു വിത്ത് ദിസ്. അങ്ങനെയാണ്. അതായത് എഡ്യൂക്കേഷൻ പിന്നെ മാരേജ്, അതിൽ ഒരു കരിയർ സ്റ്റെബിലൈസേഷൻ അവിടെ നടക്കുന്നില്ല. അപ്പൊ എൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് കരിയറൊക്കെ ആയി ഒരു സെറ്റിൽഡ് ആയിട്ട് പോകുന്ന ഒരു സമയത്ത് പിന്നെയും ഒരു അൺസർട്ടനിറ്റി ിലേക്കുള്ള എൻട്രൻസ് എന്തിനുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഫേസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഭാഷയിൽ പറയും, അവൾക്ക് ഇനിയും പഠിക്കാൻ പോണോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അത് പോകണം, എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു, അതായത് ക്ലോസ് റിലേറ്റീവ്സിനെ പോലും. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്തല്ലേ എന്നുള്ള ഒരു ഇതിൽ. പിന്നെ എനിക്ക് പൊതുവേ ഇങ്ങനത്തെ സബ്ജക്ട്സ് ഇഷ്ടമായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സയൻസ് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകൾ, ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹവും, പിന്നെ എനിക്ക് പൊതുവെ ഒരു പബ്ലിക് സ്പീക്കിംഗ് അങ്ങനെയൊക്കെയുള്ള ഒരു ടാലൻറ്റ് ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പിന്നെ എല്ലാവരും പറഞ്ഞു, കുറേ പേരൊക്കെ പറഞ്ഞു ട്രൈ ചെയ്താൽ കിട്ടുമായിരിക്കും, ഒന്ന് നോക്ക്. അപ്പൊ ആ ഒരു സപ്പോർട്ടും പിന്നെ ഞാൻ തന്നെ കൺവിൻസ് ചെയ്ത് ഇതിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത്. അപ്പം എവിടുന്നാണ് ഈ സിവിൽ സർവീസ് എന്നുള്ള ആഗ്രഹം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് തുടക്കത്തിലെ ലൈക്ക് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നോ, അല്ല കുറച്ചുകൂടി കഴിഞ്ഞ് ഡിഗ്രി പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ MD ചെയ്യുമ്പോഴോ? എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് നെവർ എ ചൈൽഡ്ഹുഡ് ഡ്രീം ഫോർ മീ സർ. PG ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഞാൻ തമിഴ്നാട്ടിലെ PG ചെയ്ത്, നമ്മൾ ഈ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്. പൊതുവെ റൂറൽ ഏരിയയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഓരോ ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യും. 1 year പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറയും, എനിക്ക് മടുത്തുപോയി. അത് പ്രാക്ടീസ് ചെയ്തിട്ടല്ല, ആൾക്കാരുടെ വിഷമങ്ങൾ കേട്ടിട്ട് മടുത്തുപോയി എന്ന് പറയും. പ്രത്യേകിച്ച് വിമൻ, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ, അതുപോലെ ബേസിക് കമ്മ്യൂണിറ്റീസ് ഇല്ലാത്തവർ. അപ്പം അവിടെയൊക്കെ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ കുറേ റൂറൽ ഏരിയാസിലാണെങ്കിൽ പൊതുവെ ഇത് കാണും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ നിന്നുകൊണ്ട് ഐ ക്യാൻ ട്രീറ്റ് ദം, പക്ഷെ ഒരു സോഷ്യലി കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള ഒരു തോന്നൽ അതിൽ നിന്ന് ഉണ്ടായതാണ്. അങ്ങനെ ഞാൻ ഇനിയിപ്പം ഒരു പ്രൊഫഷൻ ഉണ്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാക്കിയുള്ളവരെ ഒന്ന് ഇൻസ്പയർ ചെയ്യാം, എനിക്ക് പറ്റുന്ന തരത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. അപ്പം ഈ ഒരു രീതിയിൽ ഇപ്പം പറഞ്ഞതുപോലെ നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ പ്രൊഫഷൻ ഇഷ്ടമുള്ള ഒരു പ്രൊഫഷനുമായിരുന്നു, പ്ലസ് നമ്മൾ മാരീഡ് ആണ്, സെറ്റിൽഡ് ആണ്. അപ്പോൾ ഒരു ആഗ്രഹം തോന്നിയപ്പോഴത്തേക്ക് അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചപ്പം മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു പലരും ചെയ്യുന്ന ഒരു കാര്യം വീട്ടിൽ തന്നെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതായിരിക്കും. പക്ഷെ തസ്ലീം അവിടെ ഒരു സ്റ്റെപ്പ് ഹെഡ് വന്നു, ട്രിവാൻഡ്രത്ത് തന്നെ വന്ന് ഇവിടെ താമസിച്ച് പ്രിപ്പയർ ചെയ്യാം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബാക്ക് ഇൻ 2019 തസ്ലീം എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പം
ഈ ഒരു ആ ഒരു ഡിസിഷൻ എടുക്കാൻ എങ്ങനെയായിരുന്നു? അതിന് കുറെ പേരെടുത്ത് കൺസൾട്ട് ചെയ്തു, അല്ല സ്വന്തമായി എടുത്ത ഡിസിഷൻ ആണോ? അതിനകത്ത് ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം ട്രിവാൻഡ്രം ഒരു ഹബ്ബ് ആണ്. അപ്പം പൊതുവെ മുന്നേ എല്ലാവരും ഡൽഹിയിലോട്ട് പോവുക ചെയ്യുന്നത്. ഡൽഹിയിലോട്ട് പോകുക എന്നുള്ളത് എനിക്ക് ഒട്ടും പ്രാക്ടിക്കൽ ആയിരുന്നില്ല. പിന്നെ ഇപ്പം നല്ല കോച്ചിങ് സെന്റേഴ്സ് ഉള്ളത് ട്രിവാൻഡ്രത്താണ് എന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ്, ഇപ്പം എൻ്റെ സിസ്റ്ററിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ആഷ്നി. ഇപ്പം ആഷ്നി IAS ആണ്. അവരാണ് സജസ്റ്റ് ചെയ്തത് ട്രിവാൻഡ്രത്ത് വരെ തന്നെ ആയിരിക്കും നല്ലത്. പക്ഷെ അതൊരു ഹാർഡ് സ്റ്റെപ്പായിരുന്നു. അതായത് മൈൽസ് ആൻഡ് മൈൽസ് എവേ ഫ്രം ചൈൽഡ് ആണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു സർ ഉണ്ടായിരുന്നു, ഒരു PM ഫൗണ്ടേഷനിൽ ഒരു ട്രസ്റ്റ് മെമ്പർ ഉണ്ടായിരുന്നു, മുബാറക് പാഷ സാറും സജസ്റ്റ് ചെയ്തു ഇത് ബെറ്റർ ട്രിവാൻഡ്രത്ത് പോകുന്നതായിരിക്കും. അതായത് ഈ ലേറ്റ് ഏജിൽ ഇഫ് യു ആർ ഗിവിങ് എ ഷോട്ട് അത് മാക്സിമം സോഴ്സസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിരിക്കും എന്ന്. പിന്നെ എനിക്ക് ബേസിക്കലി ഈ സബ്ജക്ട്സ് ഒന്നും അറിയില്ല. മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്ക് ഒരു നല്ല കോച്ചിങ് നെസസറി ആണെന്ന് എനിക്കറിയാം. ഞാൻ തനിയെ വായിക്കാനൊക്കെ നോക്കിയിരുന്നു, ടെക്സ്റ്റ് ഒക്കെ വായിച്ചൊക്കെ, പക്ഷെ അത് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് പൊതുവെ പ്രിലിംസ് ടാക്കിൾ ചെയ്യൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ ഞാൻ കുറച്ച് പുറകിലാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഒരു കോച്ചിങ് സാറാണ്, മറ്റേ എക്കണോമിക്സ് ക്ലാസ് ഒക്കെ സാറിന്റെ അടുത്ത് വന്നത്. ഓക്കെ, അപ്പം ആ ഡിസിഷൻ എടുത്തു, ഇവിടെ വന്നു, ഇവിടുന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്? ആൻഡ് ഇവിടെ എനിക്ക് വേറൊരു കാര്യം കൂടി ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പറയേണ്ട ഒരു കാര്യമാണ്, തസ്ലീം പ്രിപ്പറേഷൻ ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആ ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം എങ്ങനെയാണ് ആ ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് കുറെ ആൾക്കാർ പല ഡിസഡ്വാൻറ്റേജ് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത്ര അറ്റംപ്റ്റേ കിട്ടുള്ളൂ, അപ്പം അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അപ്പൊ അതിനെ കുറിച്ച് കൂടി ഒന്ന്, ആ ജേർണി ഒന്ന് എങ്ങനെയാണെന്ന് പറയാൻ പറ്റും? സർ, ഞാൻ പറയും, ഇപ്പൊ ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് PG പോകും, MD ചെയ്യാൻ. അപ്പൊ ഞങ്ങൾ പൊതുവെ പറയാറുണ്ട്, ഡിഗ്രി കഴിഞ്ഞ് ഒരു ഇയർ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ 2 ഇയർ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഡോക്ടേഴ്സ് PG കുറച്ചും കൂടെ നന്നായിട്ട് അവർക്ക് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അവരുടെ ആ പ്രാക്ടീസ് പീരീഡിൽ ഉണ്ടായ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യാൻ, കൂടുതലായിട്ട് പഠിക്കാനൊക്കെ അവർ ശ്രമിക്കും. അതേപോലെ എനിക്ക് ഇതിലും തോന്നിയിട്ടുണ്ട്. അതായത് ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ PG കഴിഞ്ഞ് കുറച്ച് വർക്ക് ചെയ്ത് വരുമ്പോൾ നമ്മൾ ശരിക്കുള്ള ലൈഫ് കണ്ട ആൾക്കാരായിരിക്കും, ഒരു സോഷ്യൽ അവയർനെസ് കുറച്ചും കൂടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ കോച്ചിങ്ങിന് വരുമ്പോൾ അത് കുറച്ചും കൂടി ഇന്റൻസീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു കുട്ടിത്തം മാറിയിട്ട് ഒരു മനുഷ്യനായി മാറിയിട്ടുണ്ടാവും. രണ്ടാമത് പ്രിപ്പറേഷൻ ഫേസസ് വിത്ത് ഫുൾ ഓഫ് മെന്റൽ സ്ട്രെസ് ഉണ്ട്. ഈ സ്ട്രെസ്സിനെ ഫേസ് ചെയ്യാൻ കുറച്ചും കൂടെ ഏജ് ആയി വരുന്നവർക്ക് പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺസ്. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. 2 മാരീഡ് ആണെങ്കിൽ വി ആർ ആൻസറബിൾ ടു ദ ഫാമിലി ഓഫ് us ആസ് വെൽ ആസ് അവർ ഇൻലോസ്. അപ്പൊ കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റി അതിന്റെ കൂടെ വരും. അപ്പൊ കുറച്ചും കൂടെ എഫേർട്ട് എടുക്കാം, എന്റെ ഒരു വ്യൂ പോയിന്റ്. ഓക്കെ, അപ്പം ഈ ഇങ്ങനെയുള്ള കുറെ അധികം അൺസർട്ടനിറ്റീസ്, കുറെ അധികം ഡൗട്ട്, കാരണം അത് എസ്പെഷ്യലി തസ്ലീമിന്റെ കേസിൽ കുറച്ച് കൂടുതലായിരിക്കും. ഇപ്പം ഞാൻ ജനറലി കണ്ടിട്ടുള്ള ഒരു കാര്യം, ഈ 21, 22 പ്രിപ്പറേഷൻ, ഇപ്പം ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇല്ല, കാരണം നമ്മൾ 21 ആയിട്ടുള്ളൂ. പലർക്കും എക്സാം ഇത്ര ടഫാണെന്ന് അറിയാം, വേറെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല. അപ്പം വി ആർ കൈൻഡ് ഓഫ് കുറച്ചും കൂടി ഫ്രീ ആണ് പ്രിപ്പയർ ചെയ്യാൻ. പക്ഷെ തസ്ലീമിന്റെ കേസിൽ അങ്ങനെയല്ല, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒരു സൈഡിൽ, ഏജിന്റെ ബാരിയർ വേറൊരു സൈഡിൽ. അപ്പോൾ കുറെ അധികം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പല സോഴ്സസ് ഇങ്ങനെ കേൾക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഡൗട്ട്സ്, അൺസർട്ടനിറ്റീസ്, അതിനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്തത് തസ്ലീം? അതെ, സാറ് പറഞ്ഞ പോലെ എന്നെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ എന്നെക്കാളും ചെറുതായിരുന്നു. പലരും അത് പിന്നീടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഒന്ന് നമുക്ക് ഭയങ്കര റെസ്പെക്ട് തരും കൂടെയുള്ളവർ. ചിലപ്പോൾ ആദ്യമൊന്നും മനസ്സിലാവില്ല, ഡിപ്പെൻസ്. അപ്പൊ അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി റെഡി ആയിരിക്കും. ഒന്ന് നമ്മൾ കുഞ്ഞൊക്കെ ഉണ്ട് അങ്ങനെ വന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഒത്തിരി നമ്മളെ സഹായിക്കും. ഇപ്പൊ ഞാൻ ആബ്സെന്റ് ആവാതെ തന്നെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യായിരുന്നു. ഇപ്പം ലീവ് ആയാൽ പോലും എനിക്ക് നോട്ട്സ് അയച്ചു തരുന്ന എൻ്റെ ബാച്ച്മേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഹെൽപ്പ്, അതിപ്പോ ടീച്ചേഴ്സ് ആണെങ്കിലും നന്നായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. അപ്പം ആ ഒരു 2 ഫാക്ടറാണ് എനിക്ക് എൻ്റെ ഒരു ക്രൈസിസിനെ മീറ്റ് ചെയ്യാൻ അത് സഹായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് നാട്ടിലൊക്കെ പോവേണ്ടി വരുമായിരുന്നു, പക്ഷെ വേഗം തിരിച്ചു വരും. പിന്നെ ഞാൻ ആലോചിക്കും, ഇപ്പം മോള് വിഷമിക്കും വരുമ്പം, അപ്പൊ ഞാൻ അതൊരു ചാലഞ്ചാണ്. അപ്പൊ ഞാൻ ആലോചിക്കും, ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇതായിരിക്കും എന്നാലോചിച്ച് ഞാൻ അതിനൊക്കെ ചെയ്തു പോയി. ഓക്കെ, അപ്പം അങ്ങനെയാണ് തസ്ലീമിനെ തന്നെ പോസിറ്റീവായി ഈ ഒരു എക്സാമ്പിൾ. ഇനി എക്സാമിന്റെ പ്രിപ്പറേഷൻ വരെയുള്ള കഥയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം തസ്ലീമിന്റെ എങ്ങനെയായിരുന്നു അറ്റംപ്റ്റ്സ്, അതിൽ ഓരോ അറ്റംപ്റ്റിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് കൂടി എങ്ങനെയാണ്? ആദ്യത്തെ അറ്റംപ്റ്റ് കൊടുക്കുമ്പോഴേക്ക് ഫസ്റ്റ് ഞാനൊരു അറ്റംപ്റ്റ് കൊടുത്തിരുന്നു. പിന്നെ ഒരു സീരിയസ് ആയിട്ട് ആദ്യത്തെ അറ്റംപ്റ്റ് കൊടുക്കുമ്പോൾ കോവിഡ് വന്നു, എക്സാം ഡിലേ ആയി. അപ്പൊ ഞാൻ 1 ഇയർ കോച്ചിങ് കഴിഞ്ഞ് നാട്ടിലോട്ട് തിരിച്ചു പോയി, കോളേജിൽ ജോയിൻ ചെയ്തു. വീണ്ടും എനിക്കൊരു ഫിനാൻഷ്യലി ഞാൻ സ്ട്രോങ് ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പം ഞാൻ തിരിച്ചങ്ങോട്ട് പോയി.
പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ആ ഒരു ഒക്ടോബറിലായിരുന്നു തോന്നുന്നു ആ അറ്റംപ്റ്റ് വന്നത്. അത് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കീ ഒന്ന് നോക്കുന്നതിന് മുന്നേ ഇല്ല, കിട്ടുന്നുണ്ടാവില്ല. ഒന്ന് നല്ല ഫിയർ ഉണ്ട് അത് എക്സാമിന് മുന്നേ. പിന്നെ ഒത്തിരി മോക്ക് ടെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ എടുത്ത ടെസ്റ്റുകളൊക്കെ വീട്ടിലിരുന്നാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ആ അറ്റംപ്റ്റിൽ രണ്ടും ജനറൽ പേപ്പറും സിസാറ്റും പോയി. രണ്ടാമത് വീണ്ടും, അതായത് കോവിഡ് ശരിക്കും ഒരു ബൂണായി വരണ്ടായിരുന്നു. കാരണം വർക്ക് ലോഡൊക്കെ കുറവായിരുന്നു. കോളേജിൽ സ്റ്റുഡൻസ് ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരുന്നു. സ്റ്റിൽ എനിക്കത് മേക്കപ്പ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഞാൻ നന്നായിട്ട് എഫേർട്ട് എടുത്തില്ല എന്ന് തന്നെ ഞാൻ പറയും. പിന്നെ തേർഡ് അറ്റംപ്റ്റ് ആയപ്പോൾ ഞാൻ ഒത്തിരി മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്തു. ഒരു 90 to 100 ടെസ്റ്റ് എടുത്തു. സിസാറ്റ് കുറച്ചും കൂടെ ഒക്കെ പഠിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതാന്ന് കണ്ടെത്തുന്നതിൽ ഞാൻ, അതായത് ബിഫോർ ദ എക്സാം ഇറ്റ്സെൽഫ് ഞാൻ ഉറപ്പിച്ചു വെച്ചു. അതായത് കോംപ്രിഹെൻഷൻ ഫോളോഡ് ബൈ റീസണിങ്, പിന്നെ വളരെ കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ്. അത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ നോക്കി കോംപ്രിഹെൻഷൻ ഉറപ്പുള്ളത് മാത്രം ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ ആ തേർഡ് അറ്റംപ്റ്റിലെ സിസാറ്റ് പക്ഷെ ഫെയിൽ ആയി പോയി. 2-3 മാർക്സിന് അത് പോയി. അതായത് ലാസ്റ്റ് ഹാഫ് ആയപ്പോൾ നമ്മൾ വെപ്രാളപ്പെടും, തെറ്റിക്കും. അതായത് ഓഡ് നമ്പറും ഈവൺ നമ്പർ പോലും ഞാൻ തെറ്റിച്ചു. പക്ഷെ അത് ക്വാളിഫൈഡ് ആവുമെന്ന് വിചാരിച്ചു, പക്ഷെ കിട്ടിയില്ല. അന്ന് നല്ല തരത്തിൽ ബ്രേക്ക് ഡൗൺ ആയി, ഭയങ്കര വിഷമമൊക്കെ ആയി. ഒരു 2-3 ദിവസം അതിന് ദുഃഖാചരണമൊക്കെ നടന്നു കഴിഞ്ഞു. പിന്നെ എല്ലാവരും ചോദിക്കും, ബാക്കിയുള്ളവരെ പോലെയല്ല, ഞാൻ ഒരുപാട് റിലേറ്റീവ്സിനെ കാണേണ്ട ആളാണ്, സ്റ്റുഡൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാവരും ചോദിക്കും കിട്ടിയില്ല എന്ന് അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ അത് വിട്ടു. കാരണം എനിക്ക് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ PSC ഒക്കെ വരാനുണ്ട്, ഞാൻ അതിന് പ്രിപ്പയർ ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ലാസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ സ്റ്റാറ്റിക് ഒക്കെ ഇടക്കിടക്ക് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് അല്ലേ സ്കോർ വരുന്നത്, അതിന്റെ മുന്നേ. അപ്പൊ എനിക്ക് ഉറപ്പായി GS ഞാൻ സ്ട്രോങ് ആയിട്ടുണ്ടെന്ന്. അങ്ങനെ ഈ അറ്റംപ്റ്റ് കൊടുത്തു. ഈ അറ്റംപ്റ്റിൽ പേടിയൊന്നുമില്ല. ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്, കിട്ടി പോയാ പോയി. അങ്ങനെ എന്തായാലും ആ ഒരു ജേർണിയിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ ആ ഒരു 2019-20 പീരീഡിലാണ് തസ്ലിം ട്രിവാൻഡ്രത്ത് ഉണ്ടായത്. ബാക്കി മൊത്തം വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യായിരുന്നു. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോഴും മറ്റു റെസ്പോൺസിബിലിറ്റീസിന്റെ ഇടയിൽ ഒന്നാമത് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന് കുറെ ടൈം പോകും, ബാക്കി റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഇതിന്റെ ഇടയിൽ എങ്ങനെയാണ് പഠിക്കാനൊക്കെ ടൈം കണ്ടെത്തിയത്? എനിക്ക് തോന്നുന്നു കുറച്ച് സമയമുള്ളതെങ്കിൽ നമ്മൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കും. കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് അത് നന്നായി യൂസ് ചെയ്യാൻ തോന്നും. പിന്നെ എന്റെ എല്ലാ ഡേയ്സും ഒരുപോലെയല്ല, ചില ദിവസം ടൈം കിട്ടും, ചില ദിവസം ടൈം കുറച്ചേ കിട്ടുള്ളൂ. പിന്നെ ഞാനിങ്ങനെ ഒരിക്കലും 11-12-14 hours സ്റ്റഡി എന്ന് പറയുന്നതിനോട് യോജിക്കുന്നില്ല. അത് നമുക്ക് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സ്ലീപ്പ് ഒന്നും ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്ത് പഠിക്കാറില്ല. ചിലപ്പം രാത്രി ഒത്തിരി നേരം ഇരുന്നാലും രാവിലെ കുറച്ചും കൂടെ ഒക്കെ നേരം ഇരിക്കും. പിന്നെ എനിക്കൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ദിൽഷാദ്, ഖലീൽ. അപ്പൊ അവരായിട്ട് ഞാൻ എപ്പോഴും കോൺടാക്ട് ചെയ്യും. ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് ഡെയിലി ഒരു 25 ക്വസ്റ്റ്യൻസ് ചെയ്യും, എന്നിട്ട് ഷെയർ ചെയ്യും. അതായത് മാർക്ക് ഓരോരുത്തർക്ക് എത്ര കിട്ടി, ഇംപ്രൂവ് ആവുന്നുണ്ടോ നോക്കും. പിന്നെ ഞാൻ ഫ്രീ UPSC മെറ്റീരിയൽസിലെല്ലാം പ്രിന്റ് എടുത്ത് ഹാർഡ് കോപ്പി എടുത്ത് വെച്ച് ഒറിജിനലി UPSC എക്സാം ചെയ്യുന്ന പോലെ പെൻ ആൻഡ് പേപ്പർ ആ മെത്തേഡ് ഫോളോ ചെയ്ത് ബബിൾ ചെയ്ത് അത്യാവശ്യം എഫേർട്ട് എടുത്തു. ഗ്രേറ്റ്. അപ്പം ഇനി അടുത്ത ഒരു കാര്യം, അപ്പം ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിനെ കുറിച്ചും തസ്ലീം കടന്നുപോയ ആ ഒരു ടൈമിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ സോഷ്യോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് നമുക്ക് വരാം. അപ്പം തസ്ലീം BHMS കഴിഞ്ഞു. അപ്പം ഒബ്വിയസ്ലി തസ്ലീമിന് ഒരു ഡൗട്ട് ഉണ്ടാവും ഏത് ഓപ്ഷൻ എടുക്കണം എന്നുള്ള കാര്യത്തിൽ. ആൻഡ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ സ്വതവേ ഞാൻ കണ്ടിട്ടുള്ളത് ചില ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് സയൻസ് സംഭവങ്ങളാണ്. പക്ഷെ ഇപ്പൊ ആ ട്രെൻഡ് മാറി വരുന്നുണ്ട്. ഇപ്പൊ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഹ്യൂമാനിറ്റീസിലേക്ക് വരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് സോഷ്യോളജി ഓപ്ഷണൽ സെലക്ട് ചെയ്തത്? അതിന്റെ ബേസിസ് എന്തായിരുന്നു? ഇപ്പം സർ നമ്മൾ UPSC സിലബസിൽ കീവേഡ്സ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റി അതാണ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അത് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സോഷ്യോളജിയാണ് ഷോർട്ടസ്റ്റ് സിലബസ് ഉള്ള സബ്ജക്ട്. അതിലെ സിലബസ് വായിച്ച് തീരും. മറ്റേതാണെങ്കിലും ഞാൻ ഒത്തിരി ഓപ്ഷണൽസ് നോക്കി. അപ്പം ഇതിൽ നോക്കുമ്പോൾ അതൊന്നാണ്. ഫെമിലിയർ ആയിട്ടുള്ള കുറെ ടോപ്പിക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഇഷ്യൂസ് ആണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. പേപ്പർ 2 ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒന്ന് ഷോർട്ടർ സിലബസ് പഠിച്ച് തീർക്കാൻ പറ്റും. ഈവൻ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തിട്ട് ആ ഒരു സമയത്ത് സോഷ്യോളജി പഠിച്ച് കയറുന്നവരുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം നല്ല കോച്ചിങ് ഫെസിലിറ്റിയാണ്. ചില സബ്ജക്ട്സിന് അതില്ല. അപ്പൊ അത് അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യം. പിന്നെ ക്വസ്റ്റ്യൻ PYQ ഒക്കെ നോക്കിയപ്പോൾ മനസ്സിലായി ഇതെനിക്ക് ഇഷ്ടമായിരിക്കാം. പിന്നെ ഇഷ്ടമുള്ള കുറെ ടോപ്പിക്സ്, ഫാമിലി, മാരേജ്, അതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ആസ് എ ബിഗിനർ ഈ ഒരു സോഷ്യോളജിയിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ നമ്മളുടെ കുറെ കോൺവെർസേഷൻസിലൊക്കെ പറഞ്ഞ കാര്യമാണ്, സോഷ്യോളജിയിൽ വരുന്ന ഒരു 99% ആൾക്കാരും ഓർ മോർ ദാൻ 95% ആൾക്കാരും സോഷ്യോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണ്. തസ്ലീമിന്റെ കേസിലും അങ്ങനെയാണ്. അപ്പൊ തസ്ലീം ആദ്യമായി ഈ സബ്ജക്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ മാത്രമാണോ, അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിച്ചോ? ഞാൻ നമ്മൾ ഇപ്പം വായിക്കുമ്പോഴൊക്കെ ഇപ്പം നമ്മൾ സിലബസ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറോ എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ, അല്ലാതെ ആർട്ടിക്കിൾസ് വായിക്കുമ്പോൾ നമുക്ക് ഈ കീവേഡ്സ് ഒക്കെ കാണും. അപ്പൊ അതൊക്കെ ഒന്ന് കുറച്ച് അനലൈസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇപ്പം ടെലിഗ്രാം ചാനൽസ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പൊ അതിലൊക്കെ ജോയിൻ ചെയ്ത്, ഇപ്പം സാറിന്റെ ആണെങ്കിലും ടെലിഗ്രാം ചാനൽസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ പിന്നെ കുറെ ആർട്ടിക്കിൾസ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ നോക്കാൻ തുടങ്ങി. പിന്നെ ഒരു കീൻ ഇൻട്രസ്റ്റ് ഈ ടോപ്പിക്സും ഫിലോസഫിക്കൽ അല്ലാത്ത മറ്റ് പോർഷൻസിലൊക്കെ നടക്കുന്ന ഇഷ്യൂസ് എന്നും ഉണ്ടാവും, സോഷ്യോളജി റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ്. അപ്പൊ അതൊക്കെ അങ്ങനെ ഒന്ന് അനലൈസ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് അത്. ജനറലി നമുക്ക് ഇൻട്രസ്റ്റ് വരും. സോഷ്യോളജി പഠിച്ചതിനെ കൊണ്ട്, ഇത് ഞാൻ ഔട്ട് ഓഫ് ഇതായിട്ട് ചോദിക്കുകയാണ്, എന്റെ ഒരു ക്യൂരിയോസിറ്റി ചോദിക്കുകയാണ്. സോഷ്യോളജി പഠിച്ചതിനെ കൊണ്ട് തസ്ലീമിന് എന്തൊക്കെ മാറ്റങ്ങൾ ആസ് എ പേഴ്സൺ വന്നു എന്ന് തോന്നി, അല്ലെങ്കിൽ ഇൻ ജനറൽ നമ്മൾ സൊസൈറ്റിയായി നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു? എക്സാമിന്റെ കാര്യങ്ങളൊക്കെ അല്ലാതെ ഞാൻ പറയും, UPSC പ്രിപ്പറേഷൻ ജേർണി നമ്മളെ നല്ല റിഫൈൻ ചെയ്ത് മാറ്റും. അതില് ഓപ്ഷണൽ സോഷ്യോളജിക്ക് വലിയൊരു പങ്കുണ്ട്. കാരണം ഒന്ന് ജെൻഡർ തന്നെയാണ് മെയിൻ. ജെൻഡറിനെ പറ്റിയിട്ട്, സ്റ്റീരിയോ ടൈപ്പിങ്ങിനെ പറ്റിയിട്ട് ഇതെല്ലാം നമ്മൾ പഠിക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ക്ലാസ്സിൽ, ഒരു സോഷ്യോളജി ക്ലാസ്സിൽ ഒരു സാറ് പറഞ്ഞത്, അതായത് വീട്ടിൽ 2 കാറുണ്ടെങ്കിൽ വലിയ കാറ് ഫാദറിനും ചെറിയ കാർ ഓടിക്കുന്നത് മദറായിരിക്കും. അതിന് കുറെ റീസൺസ് ഉണ്ട്. ഫാദറിന് ചിലപ്പോൾ കുറച്ചും കൂടെ സ്പെഷ്യൽ റെക്കഗ്നിഷൻ എബിലിറ്റി ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഈവൻ ഇപ്പം എല്ലാം ആ ഒരു ഡിഫറൻഷിയേഷൻ, അതാണ് ഒന്ന്. രണ്ടാമത് മാരേജുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ, പിന്നെ റിലീജിയൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉള്ള ജനറൽ ഇഷ്യൂസ് ഒക്കെ അല്ലേ, നമ്മൾ അതിനെ കുറെ അഡ്രസ് ചെയ്യും. ഇപ്പം പിങ്ക് ഫോർ ഗേൾ, ബ്ലൂ ഫോർ ബോയ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ പോലും നമ്മൾ, ഇപ്പൊ ഞാൻ കടയിൽ പോകുമ്പോൾ ഒരു ഗേളിന് അവൾക്ക് പിങ്ക് ഞാൻ ഡെലിബറേറ്റ്ലി ചൂസ് ചെയ്യാതിരിക്കും. കാരണം ഇതൊക്കെ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ് എന്നുള്ള കാര്യം. അതായത് ഫങ്ഷണലിസവും സ്ട്രക്ചറലിസവും ഒക്കെ പഠിക്കുമ്പോൾ അതിനെങ്ങനെയാണ് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യവും, പൊതുവെ ഞാൻ അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു റിബൽ ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ്. അത് കുറച്ചും കൂടെ റിബല്യസ് ആയിട്ട് മാറും. പിന്നെ നമ്മൾ എന്തൊക്കെയോ ചെയ്യാനുണ്ട്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടും. ഇപ്പം മൊത്തത്തിൽ ആ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി, ഇതിപ്പം ഈ ഒരു എക്സാം പാസ്സായി കഴിയുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി ഇപ്പം തസ്ലീമിന്റെ സ്റ്റോറി എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ എല്ലാ വർഷവും സിവിൽ സർവീസ് പാസ്സാകുമ്പം പല രീതിയിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. ചില ആൾക്കാർ ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിരിക്കും. അതിലൊന്നാണ് ശരിക്കും തസ്ലീമിന്റെ സ്റ്റോറി എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത്രയും കുറെ ഹേർഡിൽസ് ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 1000 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ 1 lakhൽ ഒരാൾ മാത്രമേ അതിന് ധൈര്യം കാണിക്കുള്ളൂ. ഓക്കെ, ഞാനിത് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജ് ആയിരുന്നു. അപ്പം ഒരുപാട് പേര് വന്ന് തസ്ലീമിന്റെ അടുത്ത് ഇനി ആ ഒരു ഇൻസ്പിറേഷന്റെ ബേസിസിൽ കുറെ കാര്യങ്ങൾ ചോദിക്കും. അപ്പം തസ്ലീം എന്തായിരിക്കും അവരുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷനെ കുറിച്ച്? ഒന്ന്, അത് എന്നാണോ തോന്നുന്നത് അന്നത് സ്റ്റാർട്ട് ചെയ്യണം. 2, ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാനൊരു തോന്നൽ വരും. അതിന് പല റീസൺസ് ഉണ്ടായിരിക്കും. അപ്പൊ റീസൺസ് എന്താണേലും എനിക്കത് ചെയ്യണം എന്ന് തോന്നുന്നു, ഡെസ്പൈറ്റ് ഏത് ഏജ് ആണേലും എന്താണേലും അതിനിറങ്ങിത്തിരിക്കണം. അത് മോട്ടിവേഷൻ ഉള്ളിൽ നിന്ന് തന്നെ വരണം. അതായത് നമുക്ക് പുറത്തുനിന്ന് ഒരുപാട് ഇൻസ്പിറേഷനും മോട്ടിവേഷനും കിട്ടും, പക്ഷെ അത് ഷോർട്ട് സ്പാൻ ആയിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒരു മോട്ടിവേഷൻ. പിന്നെ നമ്മൾ ഈ സാൻസ്ക്രിറ്റൈസേഷൻ പറയില്ലേ സോഷ്യോളജിയിൽ, അതുപോലെ ചിലർ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്ക് ഓഫീസർമാരായിട്ട് മാറുന്ന ഒരു അതില്ലാതെ നമ്മൾ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് എന്തൊക്കെ എഫേർട്ട് ഇടാൻ പറ്റുമോ അത് 100% എഫേർട്ട് എടുത്ത് ഒരു അറ്റംപ്റ്റ് കൊടുക്കാതെ ഇതിൽ നിന്ന് പിന്മാറാൻ പാടില്ല. പിന്നെ മൂന്നാമത്തെ നമ്മളെ ഫെലോ ബീങ്സ്, അതായത് നമ്മൾ പഠിക്കുമ്പോൾ കൂടെയുള്ളവർ, ആ ഒരു കമ്പാഷൻ അത് നിലനിർത്തിക്കൊണ്ട് എല്ലാവരും ഈ ഒരു സ്ട്രഗിളിലോട്ട് ഇറങ്ങിയാൽ അതിന് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്തായാലും കിട്ടും. എഫേർട്ട് മസ്റ്റ് ആണ്. ഇനി നമുക്ക് സോഷ്യോളജിയിലെ ഏറ്റവും മർമ്മപ്രധാനമായ ആ പ്രിലിംസ് മെയിൻസ് ഗ്യാപ്പിലേക്ക് വരാം. എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം, ഒരിക്കൽ എന്നെ തസ്ലീം വിളിക്കുകയാണ്. ഞാൻ ഇപ്രാവശ്യം പ്രിലിംസ് എഴുതിയിട്ടുണ്ട്, പാസ്സാവുന്ന പ്രതീക്ഷയുണ്ട്, കുറച്ചായിട്ട് സോഷ്യോളജി നോക്കിയിട്ടില്ല കാര്യമായിട്ട്, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പറ്റുവാണെങ്കിൽ ട്രിവാൻഡ്രത്തേക്ക് വരൂ, നമുക്ക് ഇവിടെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യാം. കറക്റ്റ് പ്രിലിംസിന്റെ റിസൾട്ട് വന്നു, തസ്ലീമിന്റെ ട്രിവാൻഡ്രത്ത് എത്തി. അപ്പം എങ്ങനെയാണ് തസ്ലീം, കുറച്ചൊക്കെ ബ്രേക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം, ഈ ഒരു 3 months സോഷ്യോളജി പഠിച്ച് അത് എഴുതി ഈ പറയുന്ന എക്സാം പാസ്സാവാൻ
പാകത്തിൽ തസ്ലീമിന് റെഡിയാക്കിയെടുത്തത്? എനിക്ക് സോഷ്യോളജി എന്നുള്ള ഓപ്ഷന്റെ ഒരു പെക്യുലാരിറ്റി ആയിരിക്കും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പലരും പ്രിലിംസ് ക്വാളിഫൈ ചെയ്തതിന് ശേഷം പഠിച്ചാൽ പോലും എത്താവുന്ന, അങ്ങനെ ചെയ്യരുത്, എന്നാലും അത് പക്ഷെ അത്രേ ഉള്ളൂ. അത് നമ്മളത് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ കിട്ടും. കാരണം അത് ഷോർട്ടർ ആണ്, ഉള്ളത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പൊ ഒന്ന് ഞാൻ അന്ന് കോച്ചിങ് കഴിഞ്ഞ് മടക്കി വെച്ച പുസ്തകമാണ്. ഒരിക്കൽ ഞാൻ സാറിന്റെ അടുത്ത് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്തു കോവിഡിന്റെ സമയത്ത്, അതേ ഉള്ളൂ. പിന്നെ ഞാൻ അതൊന്നും വായിച്ചിട്ടില്ല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഓൺലൈനായി എടുക്കാന്നാണ്. പക്ഷെ സാർ തന്നെ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വന്നിരുന്ന് എഴുതുന്നതാണെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് വന്നു. അപ്പം ഒന്ന് ഞാൻ വേഗം തന്നെ ബുക്സ്, ടെക്സ്റ്റ് ആണെങ്കിലും നോട്ടാണെങ്കിലും അതിലോട്ട്, ഇപ്പം ഞാൻ എന്റെ സ്വന്തം ടൈം ടേബിൾ ഒന്നും ഇല്ല, സാർ ടെസ്റ്റ് സീരീസിന് ഇടുന്ന ടൈം ടേബിൾ വീക്ക്ലി ഏതാണോ ഉള്ളത് അത് പഠിക്കാൻ, അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും ആ ഒരു പാക്കേജിലാണല്ലോ പോകുന്നത്. അപ്പോൾ ഓരോ വീക്കിലും സാറിന്റെ സോഷ്യോളജി ഷോർട്സ് കാണും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ഉണ്ട്, സിലബസ് ഉണ്ട്, ഇതെല്ലാം കാണുന്നു, ടെസ്റ്റ് വന്ന് എഴുതും. ഞാൻ ഒത്തിരി ദൂരെ നിന്നിരുന്നേ, എന്നാലും ഞാൻ ഇവിടെ വന്ന് വെയിലൊക്കെ കൊണ്ട് വന്നിരുന്ന് എഴുതി, പിന്നെ കറക്റ്റ് ചെയ്ത് സാറ് മെയിൽ ചെയ്യും. അപ്പൊ ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായിരിക്കും ആൻസർ പേപ്പർ കിട്ടുമ്പോൾ. പിന്നെ 1-on-1 അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ സാറിന്റെ അടുത്ത് ഓൺലൈനായി എടുക്കട്ടെ, ഇല്ല പറ്റില്ല വരണം എന്ന് പറയും. അത് ശരിക്കും ഡിഫറെന്റ് തന്നെയാണ്. അപ്പൊ ഇവിടെ വന്ന് സാറിന്റെ കയ്യിൽ നിന്ന് കുറെ വഴക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു. അതെ, അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് അല്ല, അത് പിന്നെ ഒരു ജേണിയുടെ ഭാഗമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മളിവിടെ ടെസ്റ്റ് എഴുതുന്ന സമയത്ത് എല്ലാവരും അതും ഞാൻ സ്വതവേ കാണുന്നതാണ്. അതായത് ഒരിക്കലും ഷുഗർ കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് ഈ എക്സാമിൽ പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്മൾ തെറ്റാണ്, ഈ പ്രോബ്ലം ഉണ്ട്, അതിനകത്ത് വേറൊരാളെ സമാധാനിപ്പിക്കാൻ കുഴപ്പമില്ല, ശരിയാവും, അല്ലെങ്കിൽ ഇത് കുഴപ്പമില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പം പലപ്പോഴും ചില സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് തസ്ലീമിന് ഇനീഷ്യലൊക്കെ വളരെ ലോ മാർക്സ് കിട്ടിയിട്ടുണ്ടായി. അപ്പം പറയുമ്പോൾ ആൾക്കാർ ഡിസ്ഹാർട്ടൻഡ് ആവും. പിന്നെ ചില സമയത്ത് അവർ ചിലപ്പോൾ എഴുതില്ല, ചില സമയത്ത് അവർ ഉഴപ്പാൻ തുടങ്ങും. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, ഈ എക്സാം പാസ്സാവുന്ന ആൾക്കാരൊക്കെ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിന് ഓവർകം ചെയ്ത് അവിടെ ഇംപ്രൂവ് ചെയ്ത് എഴുതുന്ന ആൾക്കാരാണ്. അപ്പൊ എന്താണ് നിങ്ങൾ അവിടെ കീപ്പ് ചെയ്യുന്ന മൈൻഡ് സെറ്റ്? എന്താണ് ഇങ്ങനെ കുറെ മോശം മാർക്സ് കിട്ടുന്നു, മോശം റിവ്യൂ കിട്ടുന്നു, അപ്പൊ എന്ത് മൈൻഡ് സെറ്റാണ് അവിടെ പ്ലേ ചെയ്യുന്നത്? അപ്പം ഒന്ന് സാറിപ്പോ പറയുന്നു ആൻസർ ഇതായില്ല, മാർക്കൊക്കെ വളരെ കുറവ്, അപ്പം സാറിൽ അടുത്ത പ്രാവശ്യം സാർക്ക് ഇത് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെയും പഠിക്കും പോയിട്ട് അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് വാങ്ങിക്കണം. കാരണം ഇത് കിട്ടിയാലേ റാങ്ക് ലിസ്റ്റിൽ വരുള്ളൂ എന്ന് ഉറപ്പാണ്. ഓപ്ഷണൽ ഭയങ്കര ഡിറ്റർമിനിങ് അല്ലേ. അപ്പം നെക്സ്റ്റ് ഇനിയും സാർ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പറയുന്നത് കേൾക്കാൻ വയ്യാന്ന് തോന്നും, നമുക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ തോന്നും. അങ്ങനെ വീണ്ടും വരും. സാറിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ലാസ്റ്റ് ഫുൾ ടെസ്റ്റിന് മുന്നേ ലാസ്റ്റത്തെ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി ഇങ്ങനെ എഴുതിയാൽ ഞാൻ വടിയെടുക്കും എന്ന് പറഞ്ഞു സാർ. അപ്പൊ ഞാൻ ഇനി ഇത് കേൾക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് പോവും. അപ്പൊ നമ്മളിങ്ങനെ നെക്സ്റ്റ് വീക്ക് ആവുമ്പോഴേക്ക് വെയിറ്റ് ചെയ്യും. ഞാൻ അടുത്ത വീക്കിൽ നന്നായി പെർഫോം ചെയ്യണം. അറ്റ്ലീസ്റ്റ് മൊമെന്ററി പ്ലഷർ ആണത്, എന്നാലും പക്ഷെ ലോങ് ടേമിൽ അത് ബെനിഫിറ്റിംഗ് ആയിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ആ സമയത്തുള്ള പ്രിപ്പറേഷൻ? അതായത് ഇപ്പം സോഷ്യോളജിയിൽ തിയറി എങ്ങനെ പഠിച്ചു, അതിനകത്ത് എങ്ങനെ കറണ്ട് അഫയേഴ്സ്, ആപ്ലിക്കേഷൻ, അപ്പൊ അതിന്റെ പ്രോസസ് എങ്ങനെയായിരുന്നു തസ്ലീം അത് ചെയ്തത്? തസ്ലീമിന്റേതായ വഴി തിയറി ടെക്സ്റ്റ് ഒന്ന് പഠിക്കും, നോട്ട് പ്രിപ്പയർ ചെയ്തെന്നും പഠിക്കുമായിരുന്നു. ആദ്യം ബേസിക് സാധനം പഠിക്കും. ഇപ്പം പേപ്പർ 2 ആണെങ്കിൽ അതിൽ ഒത്തിരി കറണ്ട് അഫയേഴ്സ് ആഡ് ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ഒരു ബാക്കപ്പ് ആയിട്ട് ഒത്തിരി കറണ്ട് അഫയേഴ്സ് ഒന്നും പഠിച്ചു വെച്ചിരുന്നില്ല. ആ 3 monthsലുള്ള തന്നെ എനിക്ക് തോന്നുന്നു അത് മതിയാവുന്ന. അതിനുവേണ്ടി ഞാനൊരു നോട്ട് വെച്ചിരുന്നു, അതായത് സോഷ്യോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ. പിന്നെ സാർ ആൻസർ കീസ് തരുമല്ലോ. അപ്പം ഓരോ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ, എക്സാം അറ്റൻഡ് ചെയ്യുന്നു, അതിൽ നമുക്ക് പറ്റാവുന്ന തരത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കറക്ഷന്റെ സമയത്ത് അത്യാവശ്യം ചേഞ്ചസ് വരുത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ സാർ തരുന്ന കീ ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അപ്പം സാർ അതിന് മുന്നത്തെ ടെസ്റ്റ് സീരീസിന്റെ കീയും തന്നിട്ടുണ്ട്. അപ്പൊ കീ വെച്ചിട്ട് കീയിലുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്ത് വെക്കും, അത് റിവൈസ് ചെയ്യും. അതിൽ നിന്ന് എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതും നോട്ട് ചെയ്തു. അതിൽ നിന്ന് തന്നെ അത്യാവശ്യം കിട്ടും. എനിക്ക് തോന്നുന്നു നമുക്ക് സോഴ്സസ് ഒരു ടെസ്റ്റ് സീരീസിന് ജോയിൻ ചെയ്ത ഉണ്ട്, നമ്മളത് യൂട്ടിലൈസ് ചെയ്താൽ മതി. അത്രേ. ഇതല്ലാതെ വേറെ ഇപ്പം സ്റ്റാൻഡേർഡ് ബുക്സ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് സോഷ്യോളജിയിൽ? പേപ്പർ 1 ആസ് വെൽ ആസ് പേപ്പർ 2 സ്റ്റാൻഡേർഡ് ബുക്സ് മറ്റേ സോഷ്യോളജി ഓഫ് നിതിൻ സാറിന്റെ ബുക്കില്ല, അത് മാത്രമേ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളൂ. വേറെ ഒത്തിരി സ്റ്റാൻഡേർഡ് ബുക്സ് ഉണ്ട്, ഹർലാംബസും ഇതൊക്കെ, ഞാനത് വായിച്ചിട്ടില്ല. പിന്നെ സാറിന്റെ സോഷ്യൽ വെൻഡേഴ്സ് ബുക്കും ഈ ടെക്സ്റ്റ് ബുക്കും മാത്രമേ നോക്കിയുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നത് സോഴ്സസ് എത്രത്തോളം ലിമിറ്റ് ചെയ്യുന്നു അത്രയായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ടെലിഗ്രാം ചാനൽസ് ഉണ്ടാവില്ലേ, കുറച്ച് സോഷ്യോ കണക്ട് ഒക്കെ ഇല്ലേ സാറിൽ, അതൊക്കെ കൃത്യമായിട്ട് വായിക്കും. ഇതായിരുന്നു സോഴ്സസ്. അപ്പം സ്റ്റാൻഡേർഡ് ബുക്സ് എന്ന് പറഞ്ഞാൽ നിതിൻ സാങ്വാൻ എസെൻഷ്യൽ സോഷ്യോളജി നമ്മൾ ഇവിടുത്തെ ബുക്ക് വായിച്ചു. പിന്നെ മൊത്തം കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് പ്രിപ്പറേഷൻ. ഈ എഴുതി തുടങ്ങിയപ്പം ശരിക്കും എനിക്കറിയാം 2020 നമ്മൾ ഒരു ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം തസ്ലീം എഴുതി, പിന്നെ അതിനുശേഷം കൂട്ടിവെച്ചു. പിന്നെ 23 3 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പം ഈ എഴുതി തുടങ്ങിയപ്പം ഇനീഷ്യലി എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഫേസ് ചെയ്തത്?
അതിനെങ്ങനെ ഓവർകം ചെയ്തു? അത് ഇവിടുത്തെ ടെസ്റ്റ് മാത്രമാണോ അല്ലാതെ എഴുതുന്നുണ്ടായിരുന്നു? ഇല്ല, ടെസ്റ്റ് ഞാൻ ഇവിടുത്തെ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഒന്ന് ആ സ്പാനിൽ നമുക്ക് ഇത് എടുക്കാനേ പറ്റുള്ളൂ, പിന്നെ ഈ ഒരു ഇതിലുള്ള വിശ്വാസം, അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ടെസ്റ്റ് സീരീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. വേറെ ഉണ്ടായിരുന്നില്ല, ഞാൻ എടുത്തില്ല. എനിക്ക് ഉറപ്പായിരുന്നു ഉള്ളതിൽ ബെസ്റ്റ് ആണ്, അപ്പൊ ഇത് ഫോളോ ചെയ്യാന്ന്. അപ്പൊ ഒന്ന് ബുദ്ധിമുട്ട് ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യുന്നതിന് തന്നെയാണ്. ഡിസ്കസിനോ ക്രിട്ടിക്കൽ അനലൈസിനോ ഒന്നും ശ്രദ്ധിക്കാതെ ഞാൻ അത് ലാസ്റ്റ് വരെ ഞാൻ അങ്ങനെ എഴുതുമായിരുന്നു. ഒന്ന് അത് അഡ്രസ് ചെയ്യില്ല. രണ്ട്, ഈ റൈറ്റേഴ്സ് ഒക്കെ പറയുന്ന പോലെ റൈറ്റേഴ്സ് ബ്ലോക്ക് വരും ആൻസർ എഴുതുമ്പോൾ. അതെനിക്ക് ഒന്ന് ബേസ് സ്ട്രോങ് അല്ലാതെ കുറച്ച് എത്തിക്കഴിഞ്ഞാൽ സാധനം മറന്നുപോയി. ഇതിലും കുറച്ച് റിമെമ്പർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് മറക്കും. കൺസെപ്ച്വൽ ക്ലാരിറ്റി ഇല്ലാത്ത ചില തിങ്കേഴ്സിന്റെ കാര്യങ്ങൾ, അപ്പൊ അത് ആൻസറിൽ അത് എക്സ്പ്ലിസിറ്റ് ആയിരുന്നു. പിന്നെ പേപ്പർ 2 ആദ്യമൊക്കെ എഴുതിയിരുന്നത് ഒരു പ്രാക്ടിക്കൽ ഇതും ഇല്ലാത്ത ആൻസേഴ്സ് ആയിരുന്നു. പിന്നെയാണ് സാർ അത് മൾട്ടി ഡയമെൻഷനൽ ആയിട്ട് എഴുതണം, സോഷ്യൽ സ്ട്രക്ചേഴ്സ് വെക്കണം, പിന്നെ സോഷ്യൽ ഫാക്ടേഴ്സ് വെക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ കുറെ തിങ്കേഴ്സിനെ കോട്ട് ചെയ്യുക എന്നുള്ളതിലുപരി ആൻസർ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കിയിട്ട് എഴുതാനൊക്കെ ഞാൻ ശ്രമിച്ചു. പിന്നെ ഞാൻ ഒത്തിരി അങ്ങ് ലോങ് സെന്റൻസസ് എഴുതുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ സാർ അത് നിർബന്ധമായിട്ടും അത് ഷോർട്ടൻ ആക്കണം, ഒരു പേജിൽ ഇത്രേ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഒത്തിരി ഒരുപാട് ചേഞ്ചസ് ഞാൻ വരുത്തി ആ ഒരു സമയം. എങ്ങനെയാണ് ആൻസർ റൈറ്റിംഗ്? അതായത് ഇപ്പൊ നമ്മളിവിടെ ഇപ്പം ഓൾമോസ്റ്റ് ഒരു 9 to 10 ഡേയ്സിലാണ് ഒരു എക്സാം ഉള്ളത്. ആ ടെസ്റ്റ് മാത്രമാണോ എഴുതുന്നത്, അല്ലാതെ ഡെയിലി ബേസിസിൽ ആൻസർ റൈറ്റിംഗ്? ഡെയിലി എഴുതുമായിരുന്നു. ഡെയിലി ഒരു 2-3 ആൻസർ എഴുതുമായിരുന്നു. പിന്നെ സാർ ഒരു ഹാഫ് ഒക്കെ ആയപ്പം ഒരു ആൻസർ റൈറ്റിംഗ് വെച്ചിരുന്നല്ലോ, ഡെയിലി എഴുതാൻ ക്വസ്റ്റ്യൻ തരും, അത് ആൻസർ ചെയ്യും. ആ 3 months ഞാൻ ഡെയിലി എഴുതിയിട്ടുണ്ട്. ഞാനും പിന്നെ എന്റെ ഫ്രണ്ട് ജെസ്സിനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആൻസർ എഴുതി ഷെയർ ചെയ്ത് അത് ചെയ്യുമായിരുന്നു. സാർ പ്രത്യേകം പറയുമായിരുന്നു 1 വീക്കിൽ ആ വീക്കെൻഡ് ആവാൻ നിൽക്കരുത്, ആൻസർ എഴുതുക. ലാസ്റ്റ് ഒക്കെ ആയപ്പോ ഞാൻ എന്നും എഴുതിയിട്ട് ചെക്ക് ചെയ്യുമായിരുന്നു. അത് ഒത്തിരി മെയിൻസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സർ. കാരണം നമ്മൾ അത് വായിക്കുന്നതിലുപരി നമ്മൾ അതിലെ പ്രാക്ടീസ് എന്നുള്ളത് മെയിൻസിന് ഭയങ്കര മസ്റ്റാണ്, നിർബന്ധമായിട്ട്. അത് എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം ഹെൽപ്ഫുൾ ആവുകയുള്ളൂ. അപ്പം സോഷ്യോളജി പഠിക്കാൻ പുതിയതായി വരുന്ന ഒരു സ്റ്റുഡന്റിന് എന്തൊക്കെ ഉപദേശം തസ്ലീമിന് കൊടുക്കാനുണ്ട്? ഒന്ന്, നല്ലൊരു ഓപ്ഷണൽ ആണത്. അതായത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു ഓപ്ഷനല്ല, ഒരു പാവം ഓപ്ഷണൽ എന്നാണ് ഞാൻ. നേരത്തെ പറഞ്ഞ പോലെ സിലബസ് ഷോർട്ടർ ആണ്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരും. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം 20 മാർക്കേഴ്സിനൊക്കെ 3 പേജ് ഉണ്ടായിരുന്നുള്ളൂ. അതെ, മറ്റേ 4 പേജ് ഇല്ല. ശരിക്കും ആ ഒരു ഇതിൽ എഴുതിയാൽ മതി അത്. പിന്നെ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മൾ ഉത്തരങ്ങളൊക്കെ. അതായത് പേപ്പർ 1 അപേക്ഷിച്ചും പേപ്പർ 2 എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടോ അതിനൊക്കെയുള്ള ഒരു അതങ്ങ് എഴുതിയാൽ മതി. പിന്നെ ഓവർലാപ്പിംഗ് വിത്ത് ദ GS സബ്ജക്ട്സ്. അതായത് ഇപ്പം പേപ്പർ 1 ഇന്ത്യൻ സൊസൈറ്റി ഉണ്ട്, പേപ്പർ 2 സോഷ്യൽ ജസ്റ്റിസിനോടൊക്കെ ഓവർലാപ്പ് ആണ്. നമ്മൾ അതിൽ എന്തൊക്കെ പഠിക്കുന്നോ അതൊക്കെ ഇവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോഷ്യോളജി എത്തിക്സ് പേപ്പർ എഴുതാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോഷ്യോളജി പഠിച്ച ആൾക്ക് തിങ്കേഴ്സിനെ കോട്ട് ചെയ്യാം, സോഷ്യൽ ഇഷ്യൂസ് എഴുതാം, എല്ലാം എഴുതാം. ഈവൻ എസ്സേ, ഒരു സോഷ്യോളജി സ്റ്റുഡന്റ് ആയതുകൊണ്ട് എനിക്ക് എസ്സേ ഒക്കെ എഴുതാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഇന്ത്യൻ സൊസൈറ്റി ഒക്കെ എന്റെ ഫേവറേറ്റ് ആയത് സോഷ്യോളജി ഓപ്ഷണൽ ആയിരുന്നുണ്ട്. ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷണലാണ്. സോഷ്യോളജി ഓപ്ഷണൽ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ച ഒരാളാണെങ്കിൽ തസ്ലീമിന് തോന്നിയ, ഇപ്പം ലുക്കിംഗ് ബാക്ക്, ഇന്ന കാര്യങ്ങൾ തുടക്കത്തിലേ ചെയ്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയാണ്? ബേസിക്കലി ആൻസർ റൈറ്റിംഗ് ആണ്. എത്ര ആൻസർ റൈറ്റിംഗ് എഴുതുന്നോ അത്രയും നല്ലത്. അതായത് പഠിച്ചു തീരാൻ ഒരിക്കലും കാത്തിരിക്കരുത്. അതിപ്പോ ഏതാണേലും നമ്മളത് ആൻസർ എഴുതി കാണിച്ച് കറക്റ്റ് ചെയ്യിപ്പിച്ച് ചെയ്താൽ വളരെ നല്ലതാണ്. ഒരിക്കലും പഠിക്കുന്ന സമയത്ത് ആൾക്കാർ അത് ചെയ്യില്ല. രണ്ടാമത്, ഒരുപാട് ബുക്സ് വാങ്ങിച്ചു കൂട്ടരുത്, ഉള്ള തന്നെ മതി. ഈവൻ കോച്ചിങ് ഇവിടുത്തെ നോട്ട്സ് തന്നെ ആയാൽ തന്നെ മതിയാവും. നമുക്ക് ഒത്തിരി ഉണ്ടായിട്ട് കാര്യമില്ല, അത് റിവൈസ് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും ഒരു മനുഷ്യനെ കൊണ്ട് പറ്റില്ല. അപ്പൊ അത് ലിമിറ്റഡ് ആക്കുക. പിന്നെ ഡാറ്റ, കറണ്ട് അഫയേഴ്സ് പറയാറില്ല, ഏത് പോയിന്റ് എഴുതുമ്പോഴും ഷുഡ് ബി സബ്സ്റ്റാൻഷിയേറ്റഡ് വിത്ത് എൻ എക്സാമ്പിൾ ഓർ ഡാറ്റ. അത് മസ്റ്റാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുക. ബി മെയിൻ സ്റ്റഡി ബിഫോർ ദ പ്രിലിംസ് ഇറ്റ്സെൽഫ്. നിർബന്ധമായിട്ടും ഒരു റൗണ്ട് പഠിച്ചിരിക്കണം. അതെ, സ്വന്തം എക്സ്പീരിയൻസ്. അതെ, പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് നമ്മളെ സോഷ്യോളജിയുടെ എനിക്ക് തോന്നുന്ന അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഇനിയിപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജിൽ തസ്ലീമിന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു മൊമെന്റിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒന്ന്, ജസ്റ്റ് ഹാഡ് ആൻ എസ്കേപ്പ് ഫ്രം ദ സൈക്കിൾ. ഈ സൈക്കിളില് ഇങ്ങനെ പോയി ആ ലൂപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെന്നായി തീരും. ഐദർ അറ്റംപ്റ്റ്സ് എക്സോസ്റ്റഡ് ആവണം, അല്ലെങ്കിൽ നമ്മൾ പാസ്സായിട്ട് വരണം.
അതിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കണം. ഇപ്പൊ എനിക്കാണെങ്കിലും ഞാൻ ഐ ഗോട്ട് എ പൊസിഷൻ ഇൻ ദ റാങ്ക് ലിസ്റ്റ് ആൻഡ് ഞാൻ അതിൽ നിന്ന് എസ്കേപ്പ് ആയി. അപ്പൊ ഒന്ന് റിലീഫാണ് ഉണ്ടാവുക തിരിഞ്ഞു നോക്കുമ്പോൾ. അപ്പം പിന്നെ നമ്മൾ എപ്പോഴും തോന്നും നമുക്ക് കുറച്ചും കൂടെ നന്നായി ചെയ്യാൻ തോന്നും. അതിപ്പോ ഞാൻ പറയും റാങ്ക് 1 കിട്ടിയ 2 കിട്ടിയാൾക്ക് 1 കിട്ടിയായിരുന്നു തോന്നും. പക്ഷെ ബി ഇൻ ദ ലിസ്റ്റ് എന്നുള്ളത് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം നമ്മള്. പിന്നെ ഇപ്പം ഞാൻ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് എടുത്ത്, പക്ഷെ ഇറ്റ് ഇസ് ഡുവബിൾ ഈവൻ ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്. നമ്മൾ അത്രയും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എഫർട്ട് ലക്കിന്റെ മാറ്ററും ഉണ്ട്, പക്ഷെ ഡുവബിൾ ആണത്. നമ്മൾ ആ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു എല്ലാവരും യൂണീക്കാണ്, ഓരോരുത്തർക്കും പറ്റിയ ഒരു സ്ട്രാറ്റജി. ഇപ്പൊ എൻ്റെ ഒരു സ്ട്രാറ്റജി വേറെ ആയിരിക്കും, അപ്പൊ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ അത് തന്നെ സ്ട്രാറ്റജൈസ് ചെയ്ത് സ്വന്തമായിട്ടൊന്ന് എഫേർട്ട് എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷനലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഷുവറാണ് അത് ചെയ്യാൻ പറ്റും. എന്തായാലും റിലീഫാണ്, ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ. അപ്പം എടുത്ത ഹാർഡ്ഷിപ്പിനുള്ള ഒരു റിട്ടേൺ കിട്ടി. അപ്പൊ എങ്ങനെയാ ഇപ്പൊ ചുറ്റുമുള്ള ആൾക്കാർ, ഇപ്പൊ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും എനിക്കറിയാം, ഇപ്പം നമ്മൾ ഒരാൾ പ്രിപ്പയർ ചെയ്യുമ്പം ശരിക്കും ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും ആ പ്രിപ്പറേഷൻ ശരിക്കും എൻ്റെ ഫാമിലിന്റെ ആണ്. കാരണം അവര് റിസൾട്ടിന് കാത്തു നിൽക്കുന്നു, അവരും നമ്മളെ പോലെ തന്നെ ഇമോഷണലി ഇതിനകത്ത് ഇൻവെസ്റ്റഡ് ആണ്. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് മൊത്തത്തില് ഫാമിലി എല്ലാം? നമ്മളൊരു ഓവർനൈറ്റ് സെലിബ്രിറ്റി ആയിട്ട് മാറും. അതിപ്പോ എവിടെയാണ് എന്താണേലും അത് ഭയങ്കരമായിരിക്കും. പിന്നെ ഒരുപാട് കോൾ വരും, കുറെ ആൾക്കാർ ചോദിക്കും, അതിനെപ്പറ്റി ചോദിക്കും. രണ്ടാമത്തേത് നമുക്ക് ബാക്കിയുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ കുറച്ച് ചാൻസ് കിട്ടും. അതാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നു, പ്രിപ്പയർ ചെയ്ത് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പ്രിപ്പയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അത് ശരിയാണ്. എനിക്ക് തോന്നുന്നു തസ്ലീമിന്റെ അഭിപ്രായം കൂടി എനിക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഇപ്പം മലബാർ റീജിയനിലൊക്കെ ഈ പറഞ്ഞതുപോലെ കുറച്ച് കാലങ്ങൾ മുമ്പ് കുറച്ച് നേരത്തെ കല്യാണം കഴിച്ചു, കുട്ടികളായി, പിന്നെ അത് ഏത് ഭാഗത്താണെങ്കിലും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവും ഇത് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവാൻ തസ്ലീമിന് പറ്റുന്നുണ്ട്. അപ്പൊ അവരുടെ അടുത്തൊക്കെ തസ്ലീം ഇപ്പം അങ്ങനെ കാണുന്നുണ്ടോ, അങ്ങനെ ആൾക്കാർ വിളിക്കാറുണ്ട്? തീർച്ചയായിട്ടും. അപ്പൊ അവരുടെ അടുത്ത് എന്താ തസ്ലീമിന്റെ ഒരു എന്താ പറയുന്നത്? ഒന്നെന്ന് വെച്ചാല് പ്രിപ്പയർ ചെയ്ത് എല്ലാവർക്കും കിട്ടുമെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയില്ല, പക്ഷെ നമ്മൾ ആ എഫേർട്ട് എടുത്ത് നമുക്ക് എല്ലാതും കുറച്ചും കൂടെ ഫേവറബിൾ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇപ്പം ഞാനാണെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കായിരുന്നു എന്തിനാ ആ ആൾക്കാർ തന്നെ നമ്മളെ വന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യും. അതാണ്. അപ്പൊ അതിന്റെ ആ ഒരു എൻഡ് ഉണ്ടല്ലോ, അപ്പൊ അത് ഫ്രൂട്ട്ഫുൾ ആയിരിക്കും, അത് സ്വീറ്റർ ആയിരിക്കും, പക്ഷെ ആ ജേർണി ബിറ്റർ ആയിരിക്കും. പക്ഷെ അതിനെ നല്ല ബോൾഡായി ഫേസ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ളവർ എന്ത് പറയുന്നു എന്നുള്ള കാര്യം അത്ര കൺസേൺഡ് ആക്കാതെ എങ്ങനെയെങ്കിലൊക്കെ കൺവിൻസ് ചെയ്ത് വന്ന് പ്രിപ്പയർ ചെയ്യാൻ ട്രൈ ചെയ്യണം. പിന്നെ സാർ പറഞ്ഞ പോലെ മലബാർ റീജിയനിലൊക്കെ ഉള്ളവരും ഇവിടെ വന്ന് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാവാറുണ്ട്, ഇപ്പൊ ഓപ്ഷണൽ ആണെങ്കിലൊക്കെ. അപ്പൊ പക്ഷെ അങ്ങനെയല്ല, ഒത്തിരി ഓൺലൈൻ സോഴ്സസ് ഒക്കെ ഉണ്ട്. ടെസ്റ്റ് ഇവിടെ വന്ന് എടുക്കുക, ഓൺലൈൻ സോഴ്സസ് ഫോളോ ചെയ്യുക. അപ്പൊ ആർക്കും ലോകത്തിന്റെ ഏത് മൂലയിലിരുന്നും പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്യണം, കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കണം. പക്ഷെ വൺസ് വി ക്ലിയർ പ്രിലിംസ് ഇറ്റ് സെൽഫ് നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അതെ. ഓക്കെ, എന്തായാലും തസ്ലീമിന്റെ ഈ സ്റ്റോറിയും തസ്ലീമിന്റെ ഈ ജേർണിയും ഇനിയും കുറെ ആൾക്കാർക്ക്, എസ്പെഷ്യലി കുറെ അധികം എവിടെയൊക്കെ ഉള്ളിൽ ആഗ്രഹമുള്ള പലർക്കും ഒരു ഇൻസ്പിറേഷൻ ആവുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു വിജയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ആ നോട്ടിൽ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ കോൺവെർസേഷൻ എൻഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഹാവിംഗ് ദിസ് കോൺവെർസേഷൻ. താങ്ക് യു സർ. താങ്ക് യു സോഷ്യൽ മീഡിയ.